ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനോട് വളരെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം 6.5 കിലോമീറ്റേഴ്സ് മാത്രമാണ്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം കാക്കനാട് റൂട്ടിനോട്, അതായത് കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് തേവയ്ക്കൽ എന്നാണ്. ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്ക് ഈ കാണുന്ന വീട്ടിൽ നിന്നും തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ മെയിൻ റോഡിലേക്ക്, ബസ് സ്റ്റോപ്പിലേക്ക് ഒക്കെ എത്തണമെങ്കിൽ വെറും 400 മീറ്റേഴ്സ് മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് നമുക്ക് ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം കടകളും എല്ലാം ഉള്ള സ്ഥലം തന്നെയാണ് തേവയ്ക്കൽ ജംഗ്ഷൻ. അവിടെ നിന്ന് 400 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇവിടെ ഒരു വീട് മാത്രമല്ല, നിങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടു. ഒരു 3 വീടുകളാണ് നമ്മളിപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 3 വീടുകൾ കൂടാതെ ഇതിനകത്ത് തന്നെ പല പ്രൈസ് റേഞ്ചിലുള്ള വേറെയും വീടുകൾ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചുകളും കാര്യങ്ങളും ഏതൊക്കെ ബഡ്ജറ്റിലുള്ള വീടുകളാണ് ഇതിനകത്തുള്ളത് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. ആദ്യം തന്നെ റിക്വസ്റ്റ്, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും കാണുന്നത്. അതുകൊണ്ട് ദയവേത് എൻ്റെ ചാനൽ അത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല ലാൻഡ് അളവുകളിൽ നിങ്ങളുടെ മനസ്സിൽ നമുക്കൊരു വീട് എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് എന്താ മിനിമം ഒരു 5 സെൻറ്റ് വേണം. അത് നമുക്കിപ്പം നിങ്ങളുടെ ഒരു മൈൻഡ്, നിങ്ങളുടെ ഒരു ചോയ്സ് ഒക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് മാർബിൾ ഹോംസിന് കറക്റ്റായിട്ട് അറിയാം. കാരണം നമ്മളെ വിളിക്കുന്ന കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് മിനിമം ഒരു 5 സെൻറ്റ് സ്ഥലമെങ്കിലും വേണം, 4 ബെഡ്റൂം വേണം, 2 എണ്ണം താഴെ വേണം, ഡൈനിങ് ഹാള് വലുതായിരിക്കണം, അതുപോലെ TV യൂണിറ്റ് ഒക്കെ വെക്കഴിഞ്ഞാൽ നമ്മുടെ കയറി വരുമ്പോൾ തന്നെയുള്ള ഗസ്റ്റ് ലിവിംഗ് സ്പേസ് വലുതായിരിക്കണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ചോയ്സ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതുപോലുള്ള എല്ലാം നിങ്ങളുടെ ചോയ്സുകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള 3 വില്ലകളാണ് നമ്മളിന്ന് സെയിലിനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കയറി വരുമ്പോഴുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളിത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടിരുന്നു. ഇതിനകത്ത് ഒരു 3 വീടുകളാണ് ഇപ്പോൾ ഏകദേശം ഒരേപോലെയുള്ള ലാൻഡ് അളവുകളിലാണ് ഈ കാണുന്ന വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വീടും കൂടെ കാണിച്ചു വരുമ്പോഴേക്കും വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് ഈ 3 വില്ലകളിൽ ഒരു വില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. മെയിൻ റോഡ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വില്ലകൾ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് അങ്ങ് ദൂരെ നിന്ന് തുടങ്ങി കാണാം. ഒരുപാട് നല്ല ഡിസ്റ്റൻസിൽ തന്നെയായിട്ടാണ് വില്ലകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. നമ്മൾ ആ മെയിൻ റോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ വില്ലകളിലേക്കുള്ള റോഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഇൻ്റർലോക്കിംഗ് ടൈല് വിരിച്ചിട്ടാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള റോഡുകളെല്ലാം തന്നെ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്. ഓൾറെഡി കുറേ വീടുകൾ പണിത് കഴിഞ്ഞ് ആളുകളൊക്കെ ഇവിടെ താമസമായിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് വീടുകളുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 3 വീടുകളൊക്കെ ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുള്ള ഒരു വീടാണ് നമ്മളിന്ന് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 5 സെൻറ്റിൽ കുറച്ചും കൂടെ കൂടുതലുള്ള ലാൻഡുകളിൽ സ്ഥിതി ചെയ്യുന്ന വീടുകളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കാണുന്ന 3 വീടുകളുടെ ഏകദേശം പുറത്തുനിന്നുള്ളൊരു ലുക്ക് നിങ്ങൾ കണ്ടു. നമുക്കിനി മെയിനായിട്ട് ഈ ഒരു വീടിന്ന് പരിചയപ്പെടാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, റോഡ് നിങ്ങൾക്ക് കണ്ടാലും നല്ല നീറ്റായിട്ട് ഇൻ്റർലോക്കിംഗ് ടൈലൊക്കെ വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഗേറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഗേറ്റ് നിങ്ങൾക്കറിയാം, ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് ഇതുപോലെ പകുതി ഇങ്ങനെ തുറന്നു വയ്ക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഗേറ്റിൻ്റെ ഈ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് 2 സൈഡിലേക്കും സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് സ്ലൈഡ് ചെയ്യാം, ഈ ഒരു പോർഷൻ നമുക്ക് സ്ലൈഡ് ചെയ്യാം. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഭാഗത്തൂടെയും കാറ് കയറ്റാം. ഈ ഒരു ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സൈഡിലൂടെ നമുക്ക് കാറ് കയറ്റാനുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3 കാറുകൾക്ക് വരെ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വലിയ കാറുകളാണെന്നുണ്ടെങ്കിൽ 2 വലിയ കാറുകളെ ഉൾക്കൊള്ളാവുന്ന സ്പേസാണ് ഈ കാണുന്ന ഒരു വീട്ടിൽ ഈ ഒരു പോർച്ചിൻ്റെ ഏരിയയിലൊക്കെ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്.
ഈ ഒരു വീടിൻ്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടു. നല്ല ഭംഗിയുള്ള ഒരു എലിവേഷനോട് കൂടിയിട്ട് അട്രാക്റ്റീവായ രീതിയിലൊക്കെയാണ് വീട് ചെയ്തിരിക്കുന്നത്. അതിനകത്താണെന്നുണ്ടെങ്കിൽ GS സ്ക്വയർ ട്യൂബിൻ്റെ കുറച്ച് ഭംഗിയുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ബ്രിക്ക് മോഡലുള്ള കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ എലിവേഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് പോരുമ്പോൾ നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്കാണ് ചെല്ലുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വീടിൻ്റെ രണ്ട് സൈഡിലേക്കും പോകാനുള്ള വഴി അവർ ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെറിയ ചെറിയ LED ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കടപ്പ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇനി അതിനുള്ളിലൊക്കെ നമുക്ക് ചെറുതായിട്ട് ഗ്രാസ് ചെയ്യാനുള്ള വർക്കുകളും കൂടിയാണ് പെയിൻറ്റിംഗ് ഉള്ളത്. വീടിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെയാണെന്നുണ്ടെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് വെല്ലാണ്. ഒരു കിണർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് KWയുടെ വാട്ടറും കൂടിയാണ് ഇവിടേക്കുള്ള വെള്ളത്തിനുള്ള സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പോർച്ച് നമുക്കിനി ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാനുള്ളൊരു വർക്കുകൾ, അങ്ങനെ വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇവിടെ പെൻഡിങ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു 3 കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്ന, വലിയ കാറാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് ഒക്കെയാണ് ഇപ്പോൾ എല്ലാവരും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി സിറ്റ് ഔട്ട് തുടങ്ങി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് 3-4 ചെയറുകളൊക്കെ ഇടാനുള്ള സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ലഭിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷൂ റാക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് കവർ ചെയ്ത് നമ്മുടെ ചപ്പൽസ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നീറ്റായിട്ട് വയ്ക്കാവുന്ന രീതിയിലാണ് ഷൂ റാക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇതിനെ മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ LED ലൈറ്റുകളൊക്കെ ഇട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വീടിൻ്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. ഇത് വന്നിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് വന്നിട്ട് ഫ്രണ്ട് ഡോറും അതുപോലെ തന്നെ മുകളിലെ ബാൽക്കണിയിൽ വരുന്ന ആ ഫ്രണ്ട് ഡോറും വന്നിട്ട് ടീക്ക് വുഡ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനും കൂടിയാണ് ഈ ഒരു ഡോറിന് അവർ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ ഇങ്ങനത്തെ ഡിസൈനുകൾ കാണുന്നത് വളരെ കുറവാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ടീക്ക് വുഡിൽ തീർത്തിരിക്കുന്ന ഡിസൈനർ ഡോറാണ് ഈ കാണുന്ന വീടിന് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരെ കടന്നു വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് ആ വീട് ചെയ്തിരിക്കുന്ന ബിൽഡർ നമ്മളോട് മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കേബിളുകൾ ഹാവൽസിൻ്റെയാണ്, സ്വിച്ചസ് GMൻ്റെയാണ്, ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഈവൻ ഈ ഒരു കാണുന്ന നമ്മുടെ ഈ ബാറുകൾ പോലും ഇതൊക്കെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. സ്ട്രോങ് ആയിട്ട് ചെയ്യാം, കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് ചെയ്യാം, പല രീതിയിൽ നമുക്കതിനെ ക്വാളിറ്റി വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഒരു ബിൽഡർ അറിയാണ്, ഞാൻ ചെയ്തിരിക്കുന്ന വീടിന് ഇത്ര ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഞാനത് എവിടെ വേണമെങ്കിലും പ്രൂവ് ചെയ്ത് തരാം. ഈ വീട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബേസ്മെൻറ്റ് തുടങ്ങിയുള്ള ഫോട്ടോസ് ആളെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ആൾ തരുന്ന ഒരു അഷ്വറൻസ്, ഒരു ഗ്യാരണ്ടി ആണത്. ഈ ഒരു വീട് ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെന്നുള്ളത് ആ ബിൽഡർ തരുന്ന ഒരു അഷ്വറൻസ് ആണ് നമുക്ക്. അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉള്ളൊരു വീട് നമ്മൾ തീർച്ചയായിട്ടും മാർബിൾ ഹോംസിലൂടെ നിങ്ങൾക്കായിട്ട് തരിക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്, ബേസ്മെൻറ്റ് തുടങ്ങിയുള്ള ഡീറ്റെയിലുകൾ, അതിൻ്റെ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഓണർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിലും കേബിളുകളാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ, ഈവൻ സിമെൻറ്റ് പോലും അതുവരെ അദ്ദേഹം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു കമ്പനിയുടെ തന്നെയാണ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് കടക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയായിട്ട് 2 സൈഡിലും കൊടുത്തിരിക്കുന്ന വിൻഡോസാണ്. ഒരു പ്രത്യേക മോഡലുള്ള വിൻഡോസാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെറുതായിട്ട് മതി കുറച്ച് ഓപ്പണിംഗ് എന്നുണ്ടെങ്കിൽ മുകളിലൊരു പോർഷൻ മാത്രം ഓപ്പൺ ചെയ്യാം, മിഡിലിൽ മാത്രം ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഒരു കംഫർട്ട് അനുസരിച്ചിട്ട് നമുക്ക് ഓപ്പണിംഗ് വരുന്ന രീതിയിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മുകൾ ഭാഗത്ത് വന്നിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് മാത്രം എന്നാൽ നല്ല ഭംഗിയിലും സ്റ്റാൻഡേർഡും ആയിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വാരി വലിച്ച് റൂഫിൽ ഒരുപാട് വർക്കുകൾ കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം വരുന്ന വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെയായി LED സ്ട്രിപ്പുകളും ചെറിയ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ TV യൂണിറ്റാണ്. വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടാണ് TV യൂണിറ്റിന് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ ആയിട്ട് നമുക്ക് തുറക്കാവുന്ന ഒത്തിരി ഡ്രോസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ കുറച്ച് വുഡിൻ്റെ വർക്കുകളും കൂടെ ഷെൽഫുകൾ പോലെ ഓപ്പൺ ഷെൽഫുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ജോൺസന്റെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ ഒരു ചെറിയ ബ്ലൂയിഷ് ഡിസൈൻ വരുന്ന ടൈപ്പുള്ള ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് വോയിസസ് ഒക്കെ വരുന്നത് തൊട്ടടുത്ത വില്ലകളിലൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നത് കൊണ്ടാണ്. ഇതിൻ്റെ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയെക്കുറിച്ച് നമുക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ആ ഒരു ഭാഗത്ത് കോർണർ സെറ്റി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് TV കാണുമ്പോൾ നമുക്ക് നമ്മുടെ വിഷന് നല്ല ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു റൂം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. വളരെ വലിയൊരു സ്പേസ് ആണ് ഡൈനിങ്ങിന് വേണ്ടിയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാം. 10-ൽ കൂടുതൽ പേരെ അക്കോമഡേറ്റ് ചെയ്യാനുണ്ടെങ്കിലുള്ളൂ, ഞാനൊരു മിനിമം കണക്ക് പറഞ്ഞതേ ഉള്ളൂ. ഒരു 10 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിനായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്നും മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കാണാം. അത് മുകളിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അതിന് താഴെയുള്ള കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. സ്റ്റെയർ കേസിന് താഴെ വരുന്ന ഭാഗങ്ങളും നല്ല രീതിയിൽ തന്നെ ചെറിയ കബോർഡുകളൊക്കെ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന എക്സ്ട്രാ സ്പേസ് ആണെങ്കിലും അവർ ചെറിയ ക്യൂബിക്കിളുകളായിട്ട് തിരിച്ചിട്ട് അതിനടിയിൽ ഉള്ളിലെല്ലാം തന്നെ ചെറിയ LED ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു സ്പേസ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ എയർ സർക്കുലേഷനായിട്ട് ഈ ഭാഗത്ത് 4 വിൻഡോസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എൻഡാണ് കാണാൻ പറ്റുന്നത്. ഇത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ കാണുന്ന സ്പേസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഏകദേശം ഒരു 3/4 പോർഷനോളം തന്നെ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും മുകളിലിട്ടിരിക്കുന്ന വർക്കുകളും ഷാൻലിയറും ഒക്കെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ വിസിബിൾ ആണ്. നല്ല ഭംഗിയുള്ളൊരു ഷാൻലിയറാണ് ഇവിടുത്തെ ആ ടോപ്പിൽ അവർ ഇട്ടിരിക്കുന്നത്. കുറച്ച് ഭാഗം മാത്രം അവർ കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ മുകളിലുള്ള ഭാഗവും അതുപോലെ തന്നെ നമുക്ക് വാഷ് ബേസിൻ്റെ ആ ഏരിയയിലേക്ക് പോകുന്ന ഭാഗവും ഒക്കെ മുകളിൽ അവർ കവർ ചെയ്തിട്ട് അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിസൈനുകളും LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ക്രോക്കറി ഷെൽഫ് വരുന്നത് 2 സൈഡിലായിട്ട് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് ഈ കിച്ചണിൻ്റെ ഈ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വയ്ക്കാനായിട്ട് 2 ഗ്ലാസ് ഡോറുകൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടും ഇതുപോലൊരു ചെറിയ ഷെൽഫ് ഫെസിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. ചെറിയതായിട്ട് ഓപ്പൺ ചെയ്യാവുന്നതും വലിയതായിട്ടുള്ള ഡ്രോസും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ഈ ഒരു വീട്ടിൽ അവർ കൊടുത്തിരിക്കുന്നത്. നമുക്കപ്പം അത്യാവശ്യം പൊടിയൊന്നും പിടിക്കാതെ അകത്ത് വെക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീടുകളിൽ കാണും. അതെല്ലാം നമുക്ക് വളരെ സേഫ് ആയിട്ട് വയ്ക്കാം. ഓപ്പൺ ആയിട്ട് നമുക്ക് കാണേണ്ട ഭാഗങ്ങളൊക്കെ അങ്ങനത്തെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. വാഷിംഗ് കൗണ്ടർ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട്. ജാഗ്വാറിൻ്റെയാണ് സിസ്റ്റം അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാവുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് ഫെസിലിറ്റികളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ ഗസ്റ്റ് ലിവിംഗ് സ്പേസ് കണ്ടു, ഇവിടുത്തെ ഡൈനിങ് സ്പേസ് കണ്ടു. ഇവിടുത്തെ താഴത്തെ നിലയിൽ ഈ ഒരു നിൽക്കുന്ന ഫ്ലോറിൽ 2 ബെഡ്റൂമുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം നിങ്ങളിപ്പോൾ ആ കാണുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു മെറൂൺ കളറിലൊരു ഡോറ് കാണാം, കോഫി ബ്രൗൺ കളറിൽ. അത് വന്നിട്ട് ഒരു ബെഡ്റൂമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്ത് നിങ്ങൾക്കൊരു ഡോറ് കാണാം. ഇത് വന്നിട്ട് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. നമുക്ക് ഈ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഈ ഒരു ബെഡ്റൂം തന്നെ ആദ്യം പരിചയപ്പെടാം. ഈ ഒരു വീടിനകത്തൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ് എന്ന് പറയുന്നത് വൈറ്റ് കളർ പെയിൻ്റ് ആണ്. ഇതിനകത്തുള്ള ഡോറുകൾക്കൊക്കെ തന്നെ ഒരു ബ്രൗൺ കളറുമാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത് ഈ രീതിയിലാണ് പാറ്റേൺ ഒക്കെ വരുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ വിസിബിൾ ആയിരിക്കുന്നത് ഇവിടെ ഒരു കോട്ടാണ്. ഓൾറെഡി ഒരു റെഡിമെയ്ഡ് കോട്ട് അവരിവിടെ ചെയ്തിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വുഡിൽ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്കൊരു കോട്ട് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഈ കോട്ടിനകത്ത് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി കിട്ടുന്ന ഒരു കോട്ടാണ്. നമുക്ക് ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു ഡ്രോ പോലെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിനോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് ചെറിയ 2 കബോർഡുകളും കൂടി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റൂഫിൽ വന്നിട്ടാണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകൾ, വുഡൻ വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ LED ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ റൂഫ് അവർ ചെയ്തിരിക്കുന്നത്. വിൻഡോസ് വരുന്നത് നമുക്കൊരു 3 വിൻഡോസ് ആയിട്ട് ഒറ്റ ഫ്രെയിമിലും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ബെഡിൻ്റെ ഒരു കോട്ടിൻ്റെ 2 സൈഡിലായിട്ട് 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളറിലുള്ള ഫിനിഷാണ് വാർഡ്രോബിന് അവർ കൊടുത്തിരിക്കുന്നത്.
വാർഡ്രോബിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും മിറർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മുകളിലും താഴെയൊക്കെ ആയിട്ട് വലുതും ചെറുതുമൊക്കെ ആയിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഇതിനകത്താണെന്നുണ്ടെങ്കിലും ഫിറ്റിംഗ്സ് ഒക്കെ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്കുകളൊക്കെ ജസ്റ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് കഴിഞ്ഞ പെയിൻറ്റ് സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് ജസ്റ്റ് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ബാത്റൂമിനകത്തൊക്കെ ഒരു വൈറ്റ് ആൻഡ് യെല്ലോ കളറിലുള്ള ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടുത്തെ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി ഇവിടെ അടുത്തൊരു ബെഡ്റൂം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണാനുണ്ട്. നിങ്ങൾക്ക് ഡോർ ഇവിടെ നിൽക്കുമ്പോൾ കാണാം. നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ബെഡ്റൂം പരിചയപ്പെടാം. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചണാണ്. കിച്ചണിൻ്റെ എൻട്രൻസ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. വളരെ ഹെവി ആയിട്ടുള്ള ലൈറ്റിൻ്റെ വർക്കുകളും ഡിസൈനുകളൊക്കെയാണ് കിച്ചണിൻ്റെ ഈ ഒരു എൻട്രൻസിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു നമുക്ക് 2 ഡോറുകളായിട്ട് ക്രോക്കറി ഷെൽഫുണ്ട്. അതിൻ്റെ താഴെയുള്ള ഭാഗത്താണെങ്കിലും ഭംഗിയായിട്ടാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ഹാങ്ങിങ് ലൈറ്റൊക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ടാണ് എൻട്രൻസ് അവർ ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയൊരു കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡുള്ള കളർ കോമ്പിനേഷനുകളാണ് ഇവിടുത്തെ കബോർഡുകൾക്കെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് മുകളിലും താഴെയൊക്കെ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകളിലാണെങ്കിൽ തന്നെ 2 ലെയറിലായിട്ടാണ് കബോർഡുകൾ കൊടുത്തിരിക്കുന്നത്. ഇത് റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് LED ലൈറ്റുകളൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് ഒരു വൈറ്റ് കളറുള്ള ടൈലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ധാരാളം ഓപ്പണിങ്സ് ആണ് കിച്ചണിനകത്ത് വരുന്നത്. ടോട്ടൽ ഒരു 6 വിൻഡോസോളമാണ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം സിങ്ക് വിത്ത് ഒരു പൈപ്പ് കണക്ഷനും കൂടി ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്ന ഡോറ് വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വരുന്നത്. വർക്ക് ഏരിയയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ടൈല് വന്നിട്ട് ഫ്ലോർ ടൈല് വന്നിട്ട് ചെറിയൊരു കളർ ചേഞ്ചോട് കൂടി ഒരു ടൈലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ വർക്ക് ഏരിയ ഒക്കെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ വർക്ക് ഏരിയയിൽ ഒതുങ്ങുന്ന ഒരു സ്പേസ് അല്ല ഇത്. വളരെ ലാവിഷായ സ്പേസ് ആണ് ഈ വർക്ക് ഏരിയക്കൊക്കെ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് മുകൾ വശത്തൊക്കെ ഷീറ്റ് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ഷീറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഡോർ വരുന്നത്. ഇവിടുത്തെ കിണർ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ 2 ടൈപ്പ് ഓഫ് വാട്ടറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വെൽ വാട്ടറും KWയുടെ വാട്ടറും. നമുക്ക് വളരെ ആഴത്തിലുള്ള നല്ല വെള്ളം കിട്ടുന്നൊരു കിണറുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബെഡ്റൂമിൻ്റെ ആ ഒരു സെയിം അതുപോലെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസം മാത്രമാണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരെ കയറി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കോട്ട് ഇവിടെ കാണാം. ഓൾറെഡി അവർ ചെയ്തിട്ടിരിക്കുന്നത്. അതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ചെറിയൊരു ടേബിൾ ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെറിയ വിൻഡോസ് ഓപ്പൺ ചെയ്താൽ മതിയെങ്കിൽ അത് ചെയ്യാം. ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ പല സൈസിലുള്ള വിൻഡോസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർഡ്രോബ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് വാർഡ്രോബ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളറിലുള്ള ഇത് ക്ലോസിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഔട്ടർ ഫ്രെയിം എല്ലാം വന്നിട്ട് വുഡിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 സൈഡും ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് റൂഫിൽ അവർ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലൂടെ വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ മിഡിലാണെങ്കിലും ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത് ചെറിയ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. അത്യാവശ്യത്തിന് നമുക്കിപ്പോൾ ഒരു കോട്ട് നമുക്ക് സാധാരണ ഒരു വീട്ടിൽ വരുമ്പോൾ നമുക്ക് ബെഡ്റൂം കാണുമ്പോൾ സംശയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ടാവുമോ? ഇതൊക്കെയാണ് നിങ്ങളിൽ നിന്ന് നിരന്തരം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഈ കാണുന്നത്. ഇവിടെ ഓൾറെഡി ഒരു ബെഡ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കറിയാം ഈ ഒരു കോട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എന്തുമാത്രം സ്പേസ് ഈ ഒരു റൂമിന് ലഭിക്കുന്നുണ്ട് എന്നത്. അപ്പം എത്രമാത്രം ഈ ഒരു ബെഡ്റൂം സ്പേഷ്യസ് ആണെന്നുള്ളത് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണെങ്കിലും ഒരു ചെറിയ ഫെസിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ പോലെയാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഡ്രോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓപ്പൺ ഷെൽഫ്സ് വരുന്നുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിലും LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് ആ ഒരു ഏരിയയും അവർ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ ഈ വീട്ടിലുള്ള 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. താഴത്തെ ഫ്ലോറിലുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട്ടിലെ താഴത്തെ ഈ ഒരു ഫ്ലോറിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാം. ആ ഒരു ബെഡ്റൂമിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു ലിവിങ് സ്പേസിൽ നിന്നൊക്കെ മറ്റുള്ള റൂമുകളിലേക്ക് പോകുമ്പോൾ കാണുന്ന സ്പേസ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ റിയൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ സ്പേസിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചാണ് ഈ വീടിന് സ്ക്വയർ ഫീറ്റും വരുന്നത്. അപ്പോൾ എത്ര സെൻറ്റ് ലാൻഡിലാണ്, എത്ര സ്ക്വയർ ഫീറ്റിലാണ്, നിങ്ങൾക്ക് റീസണബിളായ എന്ത് റേറ്റ് ആണ് ഈ വീടിന് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. മുകളിലേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് സ്റ്റെപ്സ് എല്ലാം വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുമ്പോൾ തന്നെ നമുക്ക് പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് അവിടെ കാണാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ തുടങ്ങി നമ്മൾ ഈ ഒരു ടോപ്പിൽ ഈ ഭാഗത്ത് എത്തിക്കഴിയുമ്പോഴും ഇവിടെ നിന്ന് അതിനെ കണ്ടിന്യൂഷൻ വരുന്ന ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് വുഡനായിട്ടുള്ള ഒരു വുഡൻ സർഫേസിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു താഴെ തുടങ്ങി ഈ ഒരു ഭാഗം വരെയുള്ള കംപ്ലീറ്റ് നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഈ ഒരു വുഡിൻ്റെ ഔട്ടർ ഫ്രെയിം ഇട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ഭംഗി നമുക്ക് അതിന് തോന്നുന്നുണ്ട്. അഴികളോട് കൂടിയ ഡിസൈൻ ചെയ്തതിനേക്കാളും കുറച്ച് ഭംഗിയാണ് ഗ്ലാസ് ഇടുന്ന സമയത്ത്. മുകളിലേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്ക് 2 പോർഷനിലായിട്ടാണ് ഇവിടുത്തെ ഹാള് കിടക്കുന്നത്. ഈ ഒരു ഭാഗത്തും കുറച്ച് സ്പേസ് ഉണ്ട്, അതിന് ഓപ്പോസിറ്റുള്ള ഭാഗത്തും കുറച്ച് സ്പേസ് ഉണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളാണ് മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന സമയം തുടങ്ങി നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെ ഒരുപാട് വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഷാൻലിയർ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമുക്കിനി അവിടെ എത്തുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ്. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വർക്കുകളുണ്ട്. പക്ഷെ നമുക്കൊരു വൃത്തികേട് തോന്നാത്ത രീതിയിൽ വളരെ ഭംഗിയായ വർക്കുകളാണ് റൂഫിലൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഈ ഒരു സ്റ്റെപ്പ് കയറി ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പർ ഗസ്റ്റ് ലിവിങ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ TV വയ്ക്കാനുള്ള സ്പേസ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വുഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കിയിരിക്കുന്നത് ഈ ഭാഗത്ത് 3 വിൻഡോസും ആ ഒരു ഭാഗത്ത് ഒരുപാട് ചെറുതും വലുതുമായ വിൻഡോസൊക്കെ ആയിട്ടാണ് ഓപ്പണിങ്സ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹാളിൻ്റെ ഈ ഒരു ഭാഗം വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് പോകാം. ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു വോയിസിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാൽക്കണി വന്നിട്ടാണെന്നുണ്ടെങ്കിലും ചെറിയൊരു സ്പേസ് ഇട്ടിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ഈ ഒരു ഡോറ് വന്നിട്ടും താഴത്തെ സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടീക്കൂഡിലാണ് അവർ ഈ ഒരു ഡോറ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ബാൽക്കണി കവർ ചെയ്യുക, അല്ലെങ്കിൽ ആ വോയിസിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ബാൽക്കണിയുടെ ആണെന്നുണ്ടെങ്കിലും ഫുള്ള് കവർ ചെയ്തിരിക്കുന്നത് ഔട്ടർ ഫ്രെയിമുകളെല്ലാം തന്നെ വുഡിൻ്റെയും ബാക്കിയുള്ളതെല്ലാം തന്നെ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടുമാണ് കവർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ഹെവി ആയ വർക്കുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡോറ് ക്ലോസ് ചെയ്താൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു നമ്മൾ ഈ അപ്പർ ലിവിങ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചില വുഡിൻ്റെ ക്യൂബ്സ് പോലുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വർക്കുകളാണ് റൂഫിലും ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏരിയയിൽ നിന്നും ഇവിടേക്കൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എത്രമാത്രം സ്പേസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു വീടിൻ്റെ ഈ ഒരു മുകളിലത്തെ നിലയിൽ ആ ഒരു എൻഡിലും ക്യാമറ ഇരിക്കുന്നത്, ഈ ഒരു എൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്തുമാത്രം സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അത് വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളോട് കൂടി തന്നെയാണ് ഇതെല്ലാം തന്നെ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതും. ഈ ഒരു ഷാൻലിയറിൻ്റെ ഭംഗി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മുകളിൽ നിൽക്കുമ്പോഴാണ് കുറച്ചുകൂടി വിസിബിൾ ആവുന്നത്. വളരെ ഭംഗിയായിട്ട് റൗണ്ടുകൾ ഇങ്ങനെ താഴേക്ക് വരുന്ന രീതിയിലുള്ളൊരു വർക്കാണ്. ആ ഒരു അത്തരത്തിലുള്ളൊരു ഷാൻലിയറാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിന് മുകൾ ഭാഗത്താണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, LED സ്ട്രിപ്പുകൾ ഇട്ടിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. ഈ മുകളിലത്തെ നിലയിൽ നമുക്ക് കാണേണ്ടത് 2 ബെഡ്റൂമുകളാണ്. ഞാൻ ആ ഒരു ഭാഗത്തൊരു ബെഡ്റൂം ഉണ്ടായിരുന്നതാണ്, നിങ്ങളെ കാണിക്കാൻ ജസ്റ്റ് സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്താണ് ഗസ്റ്റ് ലിവിങ് സ്പേസും അതുപോലെ അവിടെ ഒരു ബെഡ്റൂമും വരുന്നത്. ബാക്കിയുള്ള ബെഡ്റൂം വരുന്നത് ആ ഭാഗത്താണ്. ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ്.
താഴെയുള്ള ബെഡ്റൂമുകളിലൊക്കെ നമ്മൾ കോട്ടുകൾ ചെയ്തിരിക്കുന്ന കണ്ടു, മുകളിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ബിക്കോസ് നമുക്കും കാണുമല്ലോ ചോയ്സുകൾ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്കൊരു കട്ടിൽ വേണം, അതെങ്ങനെ ഇടണം എന്നുള്ള കുറച്ച് ചോയ്സുകൾക്ക് വേണ്ടിയിട്ടാണ് മുകൾ ഭാഗത്തുള്ള 2 ബെഡ്റൂമുകൾ അവർ വേക്കൻ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഇതിൻ്റെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തിട്ട് ചെറിയൊരു വുഡൻ പാനലിംഗ് അതിൻ്റെ മിഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലുള്ള സെയിം വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളറിലുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതുപോലെ സ്ലൈഡ് ചെയ്ത് നീക്കാൻ പറ്റുന്ന വാർഡ്രോബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തായിട്ടും ചെറിയൊരു ഫെസിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. അതിനകത്താണെന്നുണ്ടെങ്കിലും LED ലൈറ്റുകളൊക്കെ ഇട്ട് ഒരു മിററും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്താണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിലും വാർഡ്രോബുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് സ്പേസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം. അപ്പോൾ അത് ആ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെയും ലാൻഡ് അളവിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇത്രയും സ്പേസ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു പോർഷൻ കണ്ടു. മുകളിലത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇനി നമുക്ക് റൈറ്റ് സൈഡിലുള്ളത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 2 ഡോറുകൾ കാണാം. ഈ ഒരു ഡോറ് വന്നിട്ട് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമിലേക്കുള്ള ഡോറാണ്. നേരത്തെ കണ്ട ആ ഒരു സെയിം ബെഡ്റൂം പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു വിൻഡോ കാണാം, ഈ സൈഡിലൊരു വിൻഡോ കാണാം, ആ ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമും വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകൾ മാത്രം ചെയ്തിട്ടാണ് LED ലൈറ്റ് ഫെസിലിറ്റിയൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ടൈല് തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്തു വരുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകളും നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഹാളിലേക്ക് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഈ വീട്ടിലുള്ള യൂട്ടിലിറ്റി റൂമാണ്. ബെഡ്റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് യൂട്ടിലിറ്റി റൂം വരുന്നത്. ഇത് ശരിക്കും ഒരു യൂട്ടിലിറ്റി റൂം എന്ന് പറഞ്ഞതിനേക്കാൾ ഒരു റൂം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തൊരു റൂമായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീനോ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതൊരു യൂട്ടിലിറ്റി എന്ന് ആക്ച്വലി പറയാൻ പറ്റില്ല, ബിക്കോസ് ഇതൊരു റൂം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ 5 ബെഡ്റൂം ഉണ്ടെന്ന് തന്നെ പറയാവുന്നതാണ്. ഇത് യൂട്ടിലിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ഇത് അതുപോലൊരു ഫെസിലിറ്റി അല്ല. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇവിടെ 5 ബെഡ്റൂം ഉണ്ട്. 5ാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് താഴെ അവർ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. താഴെ വർക്ക് ഏരിയ നിങ്ങൾ കണ്ടതാണ്, വലിയൊരു വർക്ക് ഏരിയ ആയിരുന്നു. അവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഫെസിലിറ്റികളൊക്കെ അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തുറക്കുന്ന ഈ ഒരു ഡോറ് മുകളിലത്തെ ടെറസിലേക്കുള്ളതാണ്. അതിലേക്ക് പോകുന്ന എല്ലാ സൈഡും തന്നെ കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടാണ് കിടക്കാറ്, പക്ഷേ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് അതുപോലെ തന്നെ മുകളിൽ വരെയുള്ള ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് അവർ വാർത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു അയൺ ഫ്രെയിം അല്ല വെച്ചിരിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ട് വാർത്ത് തന്നെയാണ്. മുകളിലേക്ക് ചെല്ലുമ്പോൾ ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിൻ്റെ എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനോട് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഒരു വില്ലകളുടെ എൻട്രൻസ് കടന്ന് നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഏകദേശം ഒരു 10-17ഓളം വില്ലകളാണ് വരുന്നത്. പലതിലും ആളുകൾ താമസമായിട്ടുണ്ട്, കുറച്ച് വില്ലകളുടെ വർക്കുകൾ നടക്കുന്നുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി വരുന്നു. അപ്പം ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയത് 3 വില്ലകളാണ്. അത് ഏകദേശം ലാൻഡ് അളവുകളൊക്കെ സെയിം തന്നെയാണ്. 5 സെൻറ്റ്, 5,100, 5,150, 5,200 ഇങ്ങനെ ആ ഒരു 5 സെൻറ്റിൽ വളരെ ചെറിയ വ്യത്യാസത്തിൽ കിടക്കുന്ന ലാൻഡുകളാണ് ഈ കാണുന്ന 3 വീടുകൾക്കും ഉള്ളത്. 2 വീടുകളുടെ വർക്കുകൾ ഏകദേശം ഫിനിഷിംഗ് ആയിട്ട് വരുന്നു. ഈ കാണുന്ന വീടിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ്ലി ഫിനിഷിംഗ് ആയിട്ട് ഇത് സെയിലിനായിട്ട് റെഡിയായി കിടക്കുന്ന വീടാണ്. അപ്പോൾ ഇൻഫോ പാർക്കിൽ നിന്നും ഇവിടേക്ക് 6.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. മെയിൻ റോഡിലേക്ക്, അതായത് തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്കും ബസ് റൂട്ടിലേക്കും ഒക്കെ നമുക്ക് വെറും 400 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. അപ്പോൾ ഇത്ര മനോഹരമായ സ്പേഷ്യസ് ആയ ഈ വീടിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കാണുന്ന വീടിൻ്റെ ലാൻഡ് എന്ന് പറയുന്നത് 5.150 5,150 സെൻറ്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2,450 ആണ്.
2450 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു റൂം വന്നിട്ട് അറ്റാച്ച്ഡ് അല്ല. നമുക്കത് നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് എന്തായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ കാണുന്ന വീടിൻ്റെ ഫ്രണ്ടിലെ കാർ പോർച്ച് ഏരിയയിൽ നമുക്ക് 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. വലിയ ഇന്നോവ പോലുള്ള കാറുകളാണെങ്കിൽ 2 എണ്ണത്തിന് നമുക്ക് സ്പേസ് നന്നായിട്ട് തന്നെ കൺജഷൻ ഇല്ലാതെ തന്നെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 1,30,00,000 രൂപയാണ്. 1 CR 30 lakhs ആണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന വില്ലകൾക്കും ഇതേ പ്രൈസ് ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത്. കാരണം ഇതിൻ്റെ ലാൻഡ് അളവും സ്ക്വയർ ഫീറ്റും എല്ലാം തന്നെ സെയിം ആണ്. അപ്പം ഈ കാക്കനാടിനോട് ഇത്രയും അടുത്ത് കിടക്കുന്ന ഒരു 5.150 സെൻറ്റ് സ്ഥലത്ത് ഇത്രയും സ്പേഷ്യസ് ആയിട്ട് കിടക്കുന്ന ഒരു വീടിന് 1,30,00,000 എന്നുള്ളത് ഒട്ടും കൂടുതലല്ല ചോദിക്കുന്നത്. ബിക്കോസ് ഇവിടുന്ന് നമുക്ക് എല്ലായിടത്തേക്കും എളുപ്പം എത്തിപ്പെടാവുന്നതാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഈസി ആയിട്ട് എത്താം. രാജഗിരി ഹോസ്പിറ്റലിലേക്ക്, സ്കൂളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ സ്കൂളുകളാണ് നമുക്ക് എളുപ്പത്തിൽ ആക്സസബിൾ ആയിട്ടുള്ളത്. നമുക്ക് സീപോർട്ട് റോഡിൽ നൈപുണ്യ സ്കൂളുണ്ട്, പിന്നെ അതുപോലെ സെൻറ്റ് പോൾസ് ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, പിന്നെ നമുക്ക് രാജഗിരി ഹോസ്പിറ്റൽ, എവിടേക്കും വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് കാക്കനാട് തേവയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 വില്ലകളാണ് നമുക്ക് സെയിലിനായിട്ട് റെഡിയായി നിൽക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് ബഡ്ജറ്റ് കുറഞ്ഞ വില്ലകൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 CR-ൻ്റെയും 95-ൻ്റെയും കൂടെ വില്ലകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം അത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാണ്. അപ്പോൾ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുന്ന കസ്റ്റമേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 1,30,000 വീടല്ലാതെ 95-ൻ്റെയും 1 കോടിയുടെയും വീടുകൾ കൂടി നമുക്ക് ഇതേ പ്രൊജക്റ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളൊക്കെ നേരിട്ട് കാണണമെങ്കിലും അറിയണമെങ്കിലും നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് മാർബിൾ ഹോംസ് കാണുന്നത് പതിവാക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വില്ലയുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.